ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ബീഫിൻ്റെ കീമ കൊണ്ടൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. കീമ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ലുലുവിൽ പോയപ്പോൾ ഒരു 1/2 കിലോ കീമ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കീമ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ കീമയാണ് കേട്ടോ. കീമയെന്ന് പറയുമ്പോൾ ഇത് കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം വളരെ പൊടിയാണ്. അപ്പോൾ ഞാൻ അരിപ്പ വെച്ചാണിത് കഴുകി റെഡിയാക്കിയിരിക്കുന്നത്. അരിപ്പയിലോട്ട് ഒഴിച്ച് അങ്ങനെ ഒരു 5-6 നീര് കഴുകി റെഡിയാക്കിയ കീമയാണിത്. പിന്നെ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ 2 സവാള വളരെ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അല്പം കറിവേപ്പില എടുത്തിട്ടുണ്ട്. കൂടാതെ പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പക്ഷേ കുരുമുളക് പൊടി 2 ടീസ്പൂണാണ്. അതുപോലെ മസാലപ്പൊടി 2 ടീസ്പൂണാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ്. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ കുറച്ചാണ് എടുക്കുന്നത്. കുരുമുളക് പൊടി മസാലപ്പൊടിയാണ് ഇതിൽ അധികം എടുക്കുന്നത്. പിന്നെ എരിവിന് പച്ചമുളകുണ്ട്. 1/2 കിലോ സംഭവമേ ഉള്ളൂ. അപ്പോൾ ഇത് പൊടി ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ചുവട് കട്ടിയുള്ള നല്ല ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയായിരിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇന്ന് റെഡിയാവട്ടെ. അപ്പോൾ നമ്മുടെ സവാള പച്ചമുളക് ഇഞ്ചിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഇറച്ചി ഒന്ന് ആവി കയറി കഴിയുമ്പോൾ തന്നെ അതിൽ ആ നെയ്യൊക്കെ ഉരുകി വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ തന്നെ ചെറു തീയിൽ കിടന്നാണ് ഇത് റെഡിയാകേണ്ടത്. തീ കൂട്ടരുത്. ഏറ്റവും ചെറിയ തീയിലിട്ട് റെഡിയാക്കിയാൽ മതി. അപ്പോൾ വേഗം ചെയ്യും. ഒപ്പം അത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെഡിയാക്കേണ്ടി വരും. ഇപ്പോൾ കുക്കറിലിട്ടാൽ ഇത് പായസം പോലെ ആയി പോകും. അപ്പോൾ അതിന് നല്ലത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാണ് നല്ലത്. അപ്പോൾ നമുക്ക് കീമ ഇട്ട് കൊടുക്കാം. പൊടിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. വെള്ളം അല്പം പോലും ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ലാസ്റ്റ് ഇത് ഈ എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. വെള്ളമുണ്ട് ചെറുതായിട്ട്. തീ ഏറ്റവും ലോയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് റെഡി ആയിട്ടില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതാണ്. മൂടി വെക്കാം. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ കീമയെ ഒന്ന് നോക്കാം. ഒരു 20 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, പക്ഷേ കറി ആയിട്ടില്ല. ഇനിയുണ്ട്. ഇതൊന്ന് ഡാർക്കായിട്ട് വരണം, ഫ്രൈ ആയിട്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരു 3 ഏലക്കയും ഒരു 5 കറയമ്പും മാത്രം ഒന്ന് കുത്തിച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടി ഇളക്കി കൂട്ടി ചെറുതീയാണ്
10 മിനിറ്റോളം ഒന്നും കൂടി ഇടണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് അധികം ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കീമ ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഏതാണ്ട് ഒരു 40 മിനിറ്റോളം ഞാൻ ഇങ്ങനെ ചെറുതീയിലിട്ട് ഇടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ് നോക്കിയിരുന്നു. ഇങ്ങനെ ചുവട് കട്ടിയുള്ള ചട്ടിയിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ അടിക്കൊന്നും പിടിക്കില്ല. തന്നെയല്ല, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കുക്കറിലൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതുപോലെ ചെറുതീയിൽ റെഡിയാക്കിയാൽ ഇത് ഓക്കെ ആയിക്കോളും. കുഞ്ഞു കുഞ്ഞായിട്ട് ഇതാക്കിയേക്കണോണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും നമുക്ക്. ഇപ്പോൾ നമ്മുടെ കീമ ഇത് 1/2 കിലോത്തിൻ്റെ കീമയാണ്. ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി തീയൊക്കെ ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു, ബീഫ് കീമ ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സിമ്പിളാണ് കേട്ടോ. നമുക്ക് കീമ വാങ്ങിക്കാൻ കിട്ടും. പുറത്തുനിന്ന് ഞാനിതിപ്പോൾ ലുലുവിന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് അധികം ഇതൊന്നുമില്ല. അപ്പോൾ ചെറുതീയിലിട്ട് നല്ല കട്ടിയുള്ള ഉരുളിയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും, ഞാനിത് 1 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ലൈക്ക് ഇട്ടും കമൻസ് ഇട്ടും ഒത്തിരി പേര് നല്ല നല്ല കമൻസൊക്കെ ഇടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ ബായ്.